ഭാരത് ജോഡോയുടെ രണ്ടാം പതിപ്പിനായി യാത്ര വടക്ക് കിഴങ്ങൻ സംസ്ഥാനങ്ങളുടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ വീർപ്പ് മുട്ടിക്കഴിയുന്ന വലിയ ജനവിഭാഗമാണ് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളുള്ളത്. കോൺഗ്രസ് കാര്യമായ പരിഗണന ഈ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ന്യായ് യാത്ര തന്നെ ധാരാളമാണ്. അത് ഉൾക്കൊണ്ട ജനവിഭാഗം രണ്ട് കൈയും നീട്ടിയാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ മണിപ്പൂർ ഇന്നും ശാന്തമായിട്ടില്ല. BJP സർക്കാർ ഭരിക്കുന്ന മണിപ്പൂരിൽ കലാപബാധിത പ്രദേശങ്ങളിൽ ഒന്ന് എത്തി നോക്കാൻ പോലും തയ്യാറാകാത്ത മോദിയുടെ നിലപാടിനെതിരെ ജനരോഷം രൂക്ഷമാണെന്നും പറയേണ്ടി വരും. രാഹുലിൻ്റെ യാത്രയിൽ മോദിയെ കടന്നാക്രമിക്കുമ്പോൾ അതിന് അനുകൂലമായി നിൽക്കുന്ന ജനവിഭാഗം ഇന്നും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. എന്തായാലും BJPക്കാർ യാത്രയെ ഭയന്നു തുടങ്ങിയതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നു. യാത്രയെ കല്ലെറിഞ്ഞും ആക്രമിച്ചും ആ മണ്ണിൽ നിന്നും തുരത്താനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായ വാഹനങ്ങൾക്ക് നേരെ അസമിൽ കല്ലെറിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കല്ലേറിൽ വാഹനങ്ങളിലെ ചില്ലുകൾ തകർന്നു. ആക്രമണത്തിന് പിന്നിൽ BJPയുടെ യുവജന വിഭാഗം ഭാരതീയ ജനതാ യുവമോർച്ചയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളും കോൺഗ്രസ് പുറത്തുവിട്ടു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയെ ഭയക്കുന്നുവെന്നും അക്രമത്തിൻ്റെ പാതയിലൂടെ യാത്ര തടയാൻ ശ്രമിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഭാരത് ജോഡോ യാത്ര സംസ്ഥാനത്ത് പ്രവേശിച്ചപ്പോൾ യാത്രയുടെ അനുമതി സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഭാരതീയ ജനതാ യുവമോർച്ച പ്രവർത്തകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ചിത്രങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചാണ് അത്തരത്തിലുള്ള വൈരാഗ്യം തീർത്തത്. ഇതിന് പിന്നാലെയാണ് രാഹുലിനെ ലക്ഷ്യമാക്കി കല്ലുകളും മറ്റുമെറിഞ്ഞ് യാത്ര മുടക്കാൻ BJPക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ പിന്തിരിഞ്ഞോടാൻ കൂട്ടാക്കാത്തവനെ എന്തുകൊണ്ട് ആക്രമിച്ചിട്ടും കാര്യമില്ലെന്ന മറുപടിയാണ് രാഹുൽ ഗാന്ധി നൽകിയത്. യാത്രാ പൂർവാധികം ശക്തിയോടെ തന്നെ വടക്ക് കിഴക്കിൻ്റെ മണ്ണിലൂടെ കടന്ന് മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേതാക്കളും BJP വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തിരിച്ചടിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ വടക്ക് കിഴക്കിൻ്റെ പിന്തുണ ഉറപ്പാക്കാൻ കൂടിയാണ് രാഹുൽ ഗാന്ധി യാത്രയുടെ ലക്ഷ്യമിടുന്നത്. മണിപ്പൂർ കലാപത്തിന് പിന്നാലെ മോദി സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. ഇത് മുതലാക്കുക എന്നതും രാഹുൽ ഗാന്ധിയുടെ അപ്രഖ്യാപിത നയങ്ങളിലുള്ളതാണ്. എന്തായാലും ഭാരത് ജോഡോ ന്യായ് യാത്ര പ്രത്യയശാസ്ത്രപരമായ ഒരു യാത്രയാണെന്നും BJPയുടെ വിഭജന രാഷ്ട്രീയത്തിന് ഒരു ബദൽ മാർഗം അവതരിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് വെറുപ്പിൻ്റെ ഇന്ത്യയല്ല, വിഭജിക്കപ്പെട്ടതും തകർന്നതുമായ ഇന്ത്യയല്ല, മറിച്ച് നമുക്ക് വേണ്ടത് സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഇന്ത്യയാണ് എന്നതാണ് യാത്രയുടെ ഭാഗമായി തന്നെ കാണാനെത്തിയ വടക്ക് കിഴക്കൻ്റെ മക്കളോട് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും 15 സംസ്ഥാനങ്ങളിലെ 100 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ 6713 കിലോമീറ്ററാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര സഞ്ചരിക്കുന്നത്. യാത്ര അവസാനിക്കുന്നതിന് പിന്നാലെ കോൺഗ്രസ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് കടക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്.